അപ്പോൾ ഹിംസ ഒരുത്തൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഹിംസയാവുകയില്ല. അതല്ലാതെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് തൻ്റെ പ്രമാണിത്വത്തിനും തൻ്റെ മേന്മയ്ക്കും തൻ്റെ മഹത്വത്തിനും സമ്പാദിച്ചു കൂട്ടേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിട്ട് അതിനുവേണ്ടി നടത്തുന്ന ഹിംസ വരുമ്പോഴാണ് അഹിംസയുടെ ലംഘനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നത്. അപ്പോൾ നായാട്ടിൽ മൃഗങ്ങളെ കൊല്ലുന്നത് അനുവദിച്ചിട്ടുള്ളത് മൃഗങ്ങൾ കാട്ടിൽ പെരുകിയിട്ട് അവ നാട്ടിലേക്ക് കടന്ന് പ്രജകളെ ആക്രമിക്കുന്ന സമയത്ത് മാത്രമാണ്. പക്ഷേ പാണ്ഡു അതല്ല ചെയ്തത്. അത് കാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാണ് ചെറിയ ചെറിയ മൃഗങ്ങളെ കൊന്ന് അമ്പെയ്ത് രസിച്ച് കളയാമെന്നത്. ഇത് എൻ്റെ അർത്ഥം ധർമാനുഷ്ഠാനം അതീവ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഏത് സമയത്തും ധർമാനുഷ്ഠാനത്തിൽ നിന്ന് മനുഷ്യൻ അധർമ്മത്തിലേക്ക് നിപതിച്ചു പോകാം എന്നാണ്. അപ്പോൾ ഓരോ കഥാപാത്രത്തിലൂടെയും ഏതു തരത്തിലാണ് അവർക്ക് ധാർമ്മികമായ വ്യതിയാനം, ധാർമ്മികമായ നിപാതനം സംഭവിക്കുന്നതെന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഥാപാത്രങ്ങളിലൂടെ മനുഷ്യൻ്റെ മഹത്വത്തെ തിരഞ്ഞെടുത്ത് പ്രഖ്യാപിക്കാനാണ്. അപ്പോൾ അതിനേക്കാളും പാണ്ഡുവിൻ്റെ പുത്രൻ വരുമ്പോൾ ഇത്ര പോലും ഹിംസ ചെയ്യുന്നയാളല്ല ധർമ്മപുത്രൻ. ധർമ്മപുത്രൻ ഒരു ജീവിയെയും ഈ നായാട്ടിനുണ്ടി കൊല്ലില്ല. അപ്പോൾ ശന്തനുവിനേക്കാളും ഉയർന്ന മനുഷ്യത്വത്തിലാണ് ആര് നിൽക്കുന്നത്? പാണ്ഡു നിൽക്കുന്നത്. പാണ്ഡുവിനേക്കാളും ഉയർന്ന മനുഷ്യത്വത്തിലാണ് ആര് നിൽക്കുന്നത്? ധർമ്മപുത്രൻ നിൽക്കുന്നത്.